പ്രത്യേകിച്ച് ഈ വിജയ് പോലുള്ളൊരു താരം വരുമ്പോൾ അദ്ദേഹത്തോടുള്ള ആരാധന പലപ്പോഴും അതിര് കടന്നതാണ്. അത് മുൻകാലങ്ങളിലൊക്കെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോഴാകട്ടെ ഇറങ്ങുന്നതിന് മുൻപാകട്ടെ പലപ്പോഴായിട്ടത് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ആളുകൾ അദ്ദേഹത്തെ കാണാൻ തടിച്ചുകൂടുക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഈ ഒരു പര്യടനം നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ നേതാവായി അദ്ദേഹം പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊരു പര്യടനം നടക്കുമ്പോൾ അതിന് സുരക്ഷ കൂടുതൽ കണക്കാക്കേണ്ടിയിരിക്കുന്നു, കൂട്ടേണ്ടിയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ അക്കാര്യത്തിൽ ഈ TVKയുടെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. പോലീസിന് പറയാം, അപേക്ഷക തന്നനുസരിച്ച് 10,000-ഓളം ആളുകൾ മാത്രമേ ഈ പരിപാടിയിൽ പങ്കെടുക്കുള്ളൂ എന്നാണ് അറിയിച്ചത്. പക്ഷേ അതിന് അപ്പുറത്ത് ആളുകൾ വന്നു. സംഘാടകരുടെ ഭാഗത്തുള്ള വീഴ്ചയാണെന്ന് പറഞ്ഞ് പോലീസിന് കൈ കഴുകാം. പക്ഷേ പോലീസ് അവിടെ കൃത്യമായിട്ടുള്ള ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ വീഴ്ചയൊക്കെ ഉണ്ടായിരുന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ പോലീസിന് വേണേ അവിടെ വിന്യസിക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് പറയുന്നതനുസരിച്ച് രാവിലെ 8:45 മുതൽ വിജയ് എത്തും എന്ന് അറിയിച്ചിരുന്നു. പക്ഷേ വിജയ് വന്നത് വിജയ് വന്നത് രാത്രിയോട് കൂടിയാണ്. അത്രയും നേരം പോലീസിന് അവിടെ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ കൂടുതൽ ഫോഴ്സിന് അവിടേക്ക് വിന്യസിക്കാമായിരുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. സമീപ ജില്ലകളിൽ നിന്നൊക്കെ വേണമെങ്കിൽ പോലീസിനെ വിളിക്കാമായിരുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ചില TVK കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ഒരു പ്രതിരോധം. എന്നാൽ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങൾ ഇരു പക്ഷങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് DMK പക്ഷത്തു നിന്നും അതുപോലെ തന്നെ TVK പക്ഷത്തു നിന്നും കാര്യമായിട്ട് ഇതിനെ ചേരിതിരിഞ്ഞിട്ടുള്ള വാദപ്രതിവാദങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഏതായാലും ഈ സമ്മേളനത്തിന്, ഈ ഒരു പര്യടനത്തിന് ഇത്രയധികം ആളുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഈ ചെറിയ സ്ഥലത്തിൽ, നമ്മൾ നാട്ടുഭാഷയിൽ പറഞ്ഞ ഇട്ടാവട്ടത്ത് ഇത്രയധികം ആളുകൾ, അവിടെ അരുണും അതുപോലെ തന്നെ ഹരീഷൊക്കെ അവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, ഈ ചെറിയ സ്ഥലത്ത് എങ്ങനെയാണ് 10,000 ആളുകളെയെങ്കിലും കൊള്ളുക എന്നുള്ളൊരു കാര്യം അവിടെ അവർ ചോദിക്കുന്നുണ്ട്. 10,000 എന്നുള്ളത് TVK ആദ്യം പറഞ്ഞ നമ്പർ. പക്ഷേ അതിൻ്റെ അപ്പുറത്തുള്ള ആളുകൾ അവിടേക്ക് വന്നു. ലക്ഷക്കണക്കിന് ആളുകൾ വന്നു എന്നൊക്കെയാണ് പ്രദേശവാസികൾ പറയുന്നത്. പോലീസിൻ്റെ കണക്കനുസരിച്ച് ഇതിന് 27,000 ആളുകൾ അവിടെ എത്തിച്ചേർന്നു എന്നായിരുന്നു. ഏതായാലും ആ ചെറിയൊരു സ്ഥലത്ത് വിജയെ പോലുള്ള ഒരു താരത്തിൻ്റെ പരിപാടി വയ്ക്കാനുള്ള ഒരു കാര്യം എന്തായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഒക്കെ യോഗം ചേർന്നാണ് ഈ പരിപാടിക്ക് സ്ഥലം അനുവദിച്ചു നൽകിയത്. നേരത്തെ TVK ആവശ്യപ്പെട്ടിരുന്ന മറ്റ് 2 ഇടങ്ങളായിരുന്നു. ഒന്ന് ഒരു കാർഷിക വിപണി, അതായത് അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം, അതുപോലെ തന്നെ മറ്റൊരു കോളേജിൻ്റെ സമീപത്തുള്ളൊരു പ്രദേശം. ഇങ്ങനെ 2 പ്രദേശമാണ് TVK ആദ്യം ആവശ്യപ്പെട്ടത്. അവിടെ സ്ഥലപരിമിതി ഉണ്ട് എന്ന് പറഞ്ഞാണ് ഇപ്പോഴത്തെ ഈ ദുരന്തം നടന്ന ഈ പ്രദേശത്ത് വിജയുടെ പാർട്ടിയുടെ ആദ്യ യോഗം സമ്മേളനം നടക്കുന്ന സമയത്ത് ഒരു റാമ്പ് പോലെ കെട്ടി അതിലൂടെയാണ് വിജയ് നടക്കുകയും ഇരുവശങ്ങളിലായി വളരെ കൃത്യമായി ഓരോ ചതുരങ്ങൾ പോലെ വേലി തിരിച്ച് കെട്ടിയ ഭാഗങ്ങളിലാണ് ജനങ്ങളെ ഇരുത്തിയിരുന്നതും മറ്റും വളരെ കൃത്യമായി ആ കാര്യങ്ങൾ പാലിച്ചിരുന്നു എന്നതാണ്. എന്തുകൊണ്ട് ഈ റാലിയിൽ അത്തരം കാര്യങ്ങൾ കൃത്യമായി ഇവർ പാലിച്ചില്ല എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. മറ്റൊന്ന്, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇത്രയും മണിക്കൂർ സമയം ഉണ്ടായപ്പോൾ പോലീസ് എന്തുകൊണ്ട് കൃത്യമായി അതിൽ ഇടപെട്ടില്ല, എന്തുകൊണ്ട് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയില്ല എന്നതാണ്. 500 പോലീസുകാരുണ്ടായിരുന്നു എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ നേരത്തെ പറഞ്ഞു. പക്ഷേ 500 പോലീസുകാർ അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്നതും ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുന്നു. തീർച്ചയായിട്ടും മുൻപ് നടന്നതൊക്കെ അത് സമ്മേളനങ്ങളായിരുന്നു. ഈ സമ്മേളനങ്ങളിൽ കൃത്യമായിട്ടൊരു വലിയ മൈതാനത്ത് സംവിധാനങ്ങളൊക്കെ ഒരുക്കി ആയിട്ടുള്ള ഒരു സമ്മേളനങ്ങളായിരുന്നു. ഒന്നാം സമ്മേളനവും അതുപോലെ തന്നെ മധുരയിൽ നടന്ന 2ാം സമ്മേളനവും അങ്ങനെയാണ് സംഘടിപ്പിച്ചത്. കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സംസ്ഥാന പര്യടനങ്ങൾ തുടങ്ങിയപ്പോഴാണ്, അതായത് വിജയ് തൻ്റെ ശക്തി എന്താണ് എന്ന് തെളിയിച്ച് റാലികളിലൂടെ കൂടിയാണ് ഈ സംസ്ഥാന പര്യടനങ്ങൾ ആദ്യം ട്രിച്ചിയിൽ തുടങ്ങുന്നു. അതിനുശേഷം മറ്റിടങ്ങളിലേക്ക് പെരിയല്ലൂരിൽ പോകുന്നു, അരിയല്ലൂരിൽ പോകുന്നു. ഇവിടെയെല്ലാം തന്നെ വലിയ ആൾക്കൂട്ടം, പറഞ്ഞതിൽ കൂടുതൽ ആളുകൾ അവിടെയൊക്കെ വരുന്നുണ്ട്. ഈ ട്രിച്ചിയിലെ പരിപാടി തന്നെ എടുത്താൽ എയർപോർട്ടിൽ നിന്ന് വെളിപ്പാടകലെയുള്ള 1ാം പര്യടന സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് എത്താനായത് 8 മണിക്കൂർ ശേഷമാണ്. അതായത് വളരെ ചെറിയ ദൂരം താണ്ടാൻ 8 മണിക്കൂർ
മണിക്കൂർ എടുക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ആദ്യ ദിവസങ്ങളിൽ വന്നിരുന്നു. തുടർന്ന് ഒരു സ്ഥലത്തെ പര്യടനം മാറ്റിവെക്കുന്ന സ്ഥിതിയിലേക്കൊക്കെ പോയി. അന്നൊക്കെ ഇത്ര വലിയ ആൾക്കൂട്ടം വരുമെന്ന് പോലീസിന് അന്ന് കണ്ടതാണ്. അതുപോലെ തന്നെ കരൂർ പോലുള്ള മേഖലകളിലേക്ക് ഇതെത്തുമ്പോഴും ആൾക്കൂട്ടത്തിൽ കുറവ് ഉണ്ടാകും എന്ന് ഒരിക്കലും പറയാൻ സാധിക്കുകയുമില്ല. പോലീസിന് വേണമെങ്കിൽ ഒരു മുൻകരുതൽ അവിടെ എടുക്കാമായിരുന്നു. ഇവർ പറഞ്ഞതല്ല ആൾക്കൂട്ടം ഉണ്ടാവുക, അവിടെ ഏതെങ്കിലും പ്രശ്നമുണ്ടായാൽ കൈവിട്ടു പോകും എന്നൊക്കെ പോലീസിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു അനാസ്ഥ വന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് സംശയമില്ലാതെ തന്നെ പറയാൻ സാധിക്കും. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ കൂടുതൽ ആളുകൾ എത്തും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് കൂടുതൽ സേനയെ അവിടേക്ക് വിന്യസിക്കാറുണ്ട്. ഈ വിജയെ പോലുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തും എന്ന് മനസ്സിലാക്കാൻ സാധാരണ ബുദ്ധി തന്നെ, കോമൺ സെൻസ് ഉണ്ടായാൽ മതി. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ 10,000 ആളുകളെ വരൂ എന്ന് TVK പ്രവർത്തകർ പറഞ്ഞു. അവർ അപേക്ഷ നൽകിയത് ഇത്രയും ആളുകളുടെ റാലി നടത്താനാണ്. അതിൽ കൂടുതൽ ആളുകൾ അതിൽ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് 500 സേനാംഗങ്ങളെ മാത്രമാണ് അവിടേക്ക് വിന്യസിച്ചത്. അത് മുൻകൂട്ടി കാണുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെയാണ് ഈ സംഘാടനത്തിലെ പിഴവുകൾ ഉണ്ടായിരിക്കുന്നത്. ഇതൊരു ആൾക്കൂട്ടം മാത്രമാണ്. ഇപ്പോൾ മറ്റ് പാർട്ടികൾ, ഈ DMK ആവട്ടെ, ADMK ആവട്ടെ, BJP ആവട്ടെ, ഈ പാർട്ടികളൊക്കെ പരിപാടികൾ നടത്തുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ഒരു സംഘാടനം ഉണ്ടാകും. താഴെ തട്ടുള്ള നേതാക്കൾക്ക് ഈ റാലികളിലൊക്കെ ഒരു കൺട്രോൾ ഉണ്ടാവും. അതായത് 2ാം നിരയും 3ാം നിരയുള്ള നേതാക്കളായിരിക്കും ഇത്തരത്തിലുള്ള റാലികളൊക്കെ നിയന്ത്രിക്കുക പലപ്പോഴും. ആ നേതാക്കൾ പറഞ്ഞാൽ അണികൾ അവിടെ നിൽക്കും. അതാണ് മറ്റു പാർട്ടികളുടെ സ്ഥിതി. പക്ഷെ TVK എന്ന തീർത്തും ശൈശവ ദശയിലൂടെ കടന്നു പോകുന്ന ഒരു പാർട്ടിക്ക് അങ്ങനെ മറ്റൊരു നേതാവില്ല. ഒരേ ഒരു മുഖം മാത്രമേ വിജയ്, ഒരേ ഒരു ശബ്ദം മാത്രമേ വിജയ്. അങ്ങനെ പരിപൂർണമായും ഒരു വ്യക്തി കേന്ദ്രീകൃത പാർട്ടിയാണ് TVK എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വിജയ് അല്ലാതെ മറ്റാർക്കും ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. പക്ഷേ അവിടെ വിജയ് പ്രവർത്തിച്ചത് തീർത്തും നിരുത്തരവാദപരമായിട്ടാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഈ ആളുകൾക്ക് കുഴഞ്ഞു വീഴുമ്പോൾ വെള്ളം കൊടുക്കണം. പക്ഷേ വെള്ളം കൊടുക്കുക വിജയെപ്പോലുള്ള ഒരാൾ വാഹനത്തിന്, കാരവന്റെ മുകളിൽ നിന്ന് വെള്ളം എറിഞ്ഞു കൊടുത്താൽ, ഒരു ജനത്തിരക്കിലേക്ക്, ആൾക്കൂട്ടത്തിലേക്ക് വെള്ളം എറിഞ്ഞു കൊടുത്താൽ ആ വെള്ളം പിടിക്കാനാണ്. വിജയ് തന്നെ ആ വെള്ളം എറിഞ്ഞു കൊടുക്കണം. അതായത് തമിഴക വെട്രി കഴകത്തിന്റെ നായകനായ വിജയ് തന്നെ ആ വെള്ളം എറിഞ്ഞു കൊടുത്തു എന്ന ഒരു പേരിന് വേണ്ടി കൂടെ നിന്ന ആൾക്കാർ ആ വെള്ളത്തിന്റെ കുപ്പികൾ വിജയുടെ കയ്യിലേക്ക് കൈമാറിയ ശേഷം ആണ് ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിന് ഏറ്റവും അത്യാവശ്യപ്പെട്ട് നിൽക്കുന്ന മനുഷ്യർക്ക് അത് നേരിട്ട് നൽകുന്നതിന് പകരം ഇത്തരത്തിലൊരു രാഷ്ട്രീയ നാടകം കൂടി അവിടെ നടക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. നഷ്ടപ്പെട്ടത് സാധാരണക്കാരായ മനുഷ്യർക്കാണ്. അവരുടെ വേദനയ്ക്കാണ് നമുക്ക് പകരം മറുപടി ഇല്ലാത്തത്. അവർക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇനി ഇവരുടെയൊക്കെ കുടുംബം ആര് നോക്കും? ഇവർക്ക് സംഭവിച്ചതിന് ആര് ഉത്തരവാദിത്വം ഏൽക്കും? എന്ത് മറുപടിയാണ് പറയാനുള്ളത് എന്ന്. ആ മറുപടിയൊക്കെ വരുമായിരിക്കും എന്ന് വിചാരിക്കാം. ഒരമ്മ